എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇൻവെർട്ടർ ബൾബ് അല്ലെങ്കിൽ AC/DC ബൾബ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അതിൻ്റെ പാർട്സ് എവിടെ നിന്നാണ് ലഭിക്കുക, ഏകദേശം എത്ര രൂപ നമുക്ക് ചിലവ് വരും, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻവെർട്ടർ ബൾബ് അല്ലെങ്കിൽ AC/DC ബൾബ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 വർഷം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇൻവെർട്ടർ ബൾബ് ഉണ്ടാക്കുക എന്നുള്ളത്. അവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഡ്രൈവർ ബോർഡ് ട്രയാങ്കുലർ ബോർഡായിരുന്നു. ആ ബോർഡിന് കുറേ പരിമിതികളുണ്ടായിരുന്നു. അതായത് അത്തരം ബോർഡ് ഉപയോഗിച്ച് നമ്മൾ ഇൻവെർട്ടർ ബൾബ് ഉണ്ടാക്കി കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും ആ ബൾബ് ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പുതിയ ബോർഡ്, അത് റൗണ്ട് ഷേപ്പിലുള്ള നല്ലൊരു ബോർഡാണ്. ഈ ഡ്രൈവർ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ബൾബ് ഉണ്ടാക്കുന്നത്. ഇൻവെർട്ടർ ബൾബിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാലും ഏകദേശം ഒരു 3 മണിക്കൂർ 4 മണിക്കൂറോടെ നമുക്ക് ബാക്കപ്പ് കിട്ടുന്ന അല്ലെങ്കിൽ ലൈറ്റ് കത്തുന്ന ആ ഒരു ബൾബാണ് ഇൻവെർട്ടർ ബൾബ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇൻവെർട്ടർ ഒന്നും ഇല്ലെങ്കിൽ സാധാരണയായിട്ട് ഇങ്ങനത്തെ ഒരു 4-5 ബൾബ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലൈറ്റൊക്കെ വീട്ടിൽ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക, അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻവെർട്ടർ ബൾബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ഡ്രൈവർ ബോർഡ് തന്നെയാണ്. അപ്പോൾ ഈ ഡ്രൈവർ ബോർഡിൽ ഇതിൽ 4 വയർ നമ്മൾ LED പാനലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഈ 2 ചുവപ്പ് വയർ നമുക്ക് ലൈന് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇതിൽ ഇവിടെ ഒരു സോക്കറ്റ് കാണാം. ഈ സോക്കറ്റ് നമുക്ക് DC അതായത് ബാറ്ററി എന്നുള്ള കണക്ഷൻ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലുള്ള ബോർഡാണ്, നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ്. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ബൾബിലൊക്കെ ഇതുപോലെയുള്ള റൗണ്ട് ഷേപ്പിലുള്ള ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബോർഡൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും ബൾബ് കത്തി നിൽക്കുന്ന ആ പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്ന LED പാനലാണിത്. ഇത് 9 വാട്ടിൻ്റെ LED പാനലാണ്. അതേപോലെ തന്നെ ബാറ്ററി നമ്മളിതിൽ 2600 mAh ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാറ്ററിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ബാക്കപ്പ് വരിക. നമുക്ക് മാർക്കറ്റിൽ പല വിലയിലും ഈ ഇൻവെർട്ടർ ബൾബ് കിട്ടാനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ബാറ്ററിയുടെ ബാക്കപ്പാണ്. ബാറ്ററിയുടെ കപ്പാസിറ്റി കുറയും തോറും ബാക്കപ്പ് കുറയും. പിന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് ഇതിൻ്റെ ബോഡിയാണ്. പിന്നെ ഡിഫ്യൂസർ, നമുക്കറിയാം ബൾബിൻ്റെ ഡിഫ്യൂസർ. ഇതതിൻ്റെ ക്യാപ്പ് B22 ക്യാപ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതതിൻ്റെ ബോഡിയിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, ഇതതിൻ്റെ പാക്കിംഗ് ബോക്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇൻവെർട്ടർ ബൾബിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പലർക്കുമുള്ളൊരു സംശയമാണ്, ഇതേപോലെ ബൾബ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ബോഡിയിൽ ഈ ക്യാപ്പ് ഫിറ്റ് ചെയ്യാൻ പഞ്ചിങ് മെഷീൻ വേണ്ടതെന്നുള്ളത്. അപ്പോൾ പഞ്ചിങ് മെഷീൻ നമുക്ക് വാങ്ങണമെങ്കിൽ ഒരു 1000-1500 രൂപ ചിലവ് വരും. ആ പഞ്ചിങ് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ പഞ്ചിങ് മെഷീന് പകരം നമുക്ക് ഗം ഉപയോഗിച്ചിട്ട്, ഇതുപോലെയുള്ള ഗം ഉപയോഗിച്ചിട്ട് 743 എന്ന് പറയുന്ന ഗമ്മാണ്. ഇത് 40 രൂപയാണ് വിലയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗം ഉപയോഗിച്ച് ജസ്റ്റ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് പഞ്ചിങ് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈ ബൾബ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഈ ബോഡിയിലേക്ക് ബാറ്ററി ഫിക്സ് ചെയ്യണം. അപ്പോൾ ബാറ്ററി ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഡ്രൈവർ ബോർഡിൻ്റെ ഈ 2 വയർ, ഈ ലൈനിലേക്ക് കൊടുക്കാനുള്ള 2 വയർ നമ്മൾ എന്ത് ചെയ്യാം, ഈ ബോഡിയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഈ 2 വയർ നമ്മൾ ബോഡിയുടെ ഉള്ളിലേക്ക് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡ്രൈവർ ബോർഡിൻ്റെ ആ AC 2 വയർ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ബാറ്ററി കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ആ ബാറ്ററി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 വയർ ക്യാപ്പ് കൊടുക്കാനുള്ള 2 വയർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഡ്രൈവർ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡ്രൈവർ ബോർഡിലേക്ക് ഈ DC വയർ കണക്ട് ചെയ്യാം. ആ DC വയർ കൊടുക്കാനുള്ള സോക്കറ്റ് ഉണ്ട്, ആ സോക്കറ്റിലേക്ക് കറക്റ്റായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ DC വയർ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 4 വയറാണ് നമ്മുടെ LED പാനലിലേക്കുള്ളത്. അപ്പോൾ ആ 4 വയർ നമ്മൾ ഈ ബോർഡിൻ്റെ ഈ ഹോളിൽ കൂടെ പുറത്തേക്ക് എടുക്കണം, ഉള്ളിലേക്ക് എടുക്കണം. ഇതുപോലെ നമ്മൾ 4 വയറും ഇങ്ങനെ പുറമേക്ക് എടുക്കുക. നമ്മൾ ഇതിൽ കറക്റ്റായിട്ട്
ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ബ്ലൂ ഗൺ ഇട്ട് കൊടുക്കാം. ബ്ലൂ ഗണ്ണ് സൈഡിൽ കൂടെ ഇട്ട് കൊടുത്താൽ അവിടെ ഉറച്ച് നിൽക്കും. അപ്പോൾ ഞാൻ ബ്ലൂ ഗണ്ണൊന്നും ഇടുന്നില്ല. നമ്മൾ ഈ അടപ്പ് ഇതിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ഹോള് കാണാം. ഇതിൻ്റെ ഈ ബോഡിയിൽ ചെറിയൊരു എഡ്ജ് കാണാം. അപ്പോൾ ആ എഡ്ജ് വരുന്ന ഭാഗത്ത് നോക്കിയിട്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളത് ബോഡിയിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ 2 വയർ നമ്മുടെ ക്യാപ്പ് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇനി ഇവിടെ 4 വയർ വരുന്നുണ്ടാവും. നമ്മളിത് ഈ വയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 4 വയറിനും അവിടെ 4 പേര് കൊടുത്തിട്ടുണ്ടാവും. CF+- എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ LED പാനലും ഉണ്ടായിരിക്കും CF+-. അപ്പോൾ നമ്മൾ ആ വയറിൻ്റെ കളർ നോക്കി വെക്കണം. ഈ 4 വയറുകൾ ഈ LED പാനലിൻ്റെ പുറമേക്ക് എടുക്കുക. അപ്പോൾ ഞാൻ ആ 4 വയറും ഇവിടെ പുറമേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സ്ക്രൂ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതിൽ നമുക്ക് ബോർഡ് സ്ക്രൂ ചെയ്യാം. അതിന് മുന്നേ ഒന്ന് സോൾഡർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സോൾഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഈ 2 വയറും ടച്ച് ചെയ്ത് നോക്കിയാൽ ഇത് വർക്ക് ചെയ്യേണ്ടത് അറിയാം. അപ്പോൾ ഈ 2 വയറും ടച്ച് ചെയ്യുമ്പോൾ ബൾബ് കത്തുകൊണ്ട് നോക്കിയാൽ ബൾബ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ക്യാപ്പ് ഫിക്സ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ സ്ക്രൂ ഫിറ്റ് ചെയ്യണം വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ക്യാപ്പ് ഒന്ന് ഫസ്റ്റ് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്യാപ്പിൽ ഇവിടെ കുറച്ച് ഗമ്മിട്ട് കൊടുക്കാം. കുറച്ച് ഗമ്മാക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ പഞ്ച് മെഷീൻ്റെ ആവശ്യമില്ല, ഈ ഗമ്മിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ സ്ക്രൂ ഫിക്സ് ചെയ്യാം. ഇനി നമ്മളിതിൻ്റെ ഈ ഡിഫ്യൂസർ അതിലേക്ക് ഫിക്സ് ചെയ്യാം. ഡിഫ്യൂസർ വെക്കുമ്പോൾ നോക്കുക, ഇവിടെ ചെറിയൊരു കട്ടിങ് കാണാം. ഇതിൻ്റെ ബോഡിയിലൊരു എഡ്ജ് കാണാം. അപ്പോൾ ആ എഡ്ജും കട്ടിങ്ങും കൂടി കറക്റ്റ് വരുന്നത് നോക്കിയിട്ട് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബൾബിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് വർക്കിംഗ് ആണ്. കാരണം ഇവിടെ നമ്മൾ 2 ലീഡിൽ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ഇത് കത്തുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇൻവെർട്ടർ ബൾബ്. ഇനി നമുക്കിത് ലൈനിലൊന്ന് കൊടുത്ത് നോക്കാം. ലൈനിൽ കൊടുക്കുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് കത്തും. ലൈന് ഓഫ് ആകുമ്പോൾ, അതായത് നമ്മൾ വീട്ടിലെ കറണ്ട് പോകുന്ന സമയത്താണ് ഈ ബൾബ് കത്തിക്കൊണ്ടിരിക്കുക. ഈ ബൾബ് നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഹോൾഡറിലിട്ട് വയ്ക്കാം. ഹോൾഡറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് കത്തും. പെട്ടെന്ന് കറണ്ട് പോയെന്ന് വിചാരിക്കുക. പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ബൾബ് കത്തിയും കൊണ്ട് നിൽക്കുന്നതാണ്. ഒരു 3 മണിക്കൂറൊക്കെ നമുക്ക് ബാക്കപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താൽ സാധാരണ ബൾബ് ഓഫ് ആവുന്ന പോലെ തന്നെ ഇത് ഓഫ് ആവും. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഓൺ ആവും. കറണ്ട് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ, കറണ്ട് പോയാലും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബ് കത്തും. അല്ലെങ്കിൽ നമ്മൾ ഈ ബൾബ് കത്തിയും കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കത്തിയും കൊണ്ട് നിൽക്കുന്നതാണ്. ഒരു ഇൻവെർട്ടറൊക്കെ വാങ്ങാൻ ഏകദേശം 10,000-ന് മുകളിൽ ചിലവ് വരും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യ കാര്യങ്ങൾക്ക് ഒരു 4-5 ബൾബൊക്കെ നമുക്ക് ഇതേപോലെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലൊക്കെ നമുക്ക് ലൈറ്റ് കിട്ടാൻ സൗകര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കിറ്റ് അവൈലബിൾ ആണ്. ഇതിൻ്റെ കിറ്റിന് ഫുൾ കിറ്റിന് ഏകദേശം 200 രൂപയോളൊക്കെ വില വരുന്നുണ്ട്. അതിലും കുറഞ്ഞ് കിട്ടുന്നുണ്ട്. 100 രൂപയ്ക്കും 150 രൂപയ്ക്കും കിറ്റ് കിട്ടാനുണ്ട്. പക്ഷേ അതിൽ ബാറ്ററിയുടെ കപ്പാസിറ്റിയും അതേപോലെ തന്നെ ഡ്രൈവർ ബോർഡ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അതിൻ്റെ വില എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫുൾ കിറ്റ്, അതിൻ്റെ ഈ പാക്കിംഗ് ബോക്സ് അടക്കമുള്ള ഫുൾ കിറ്റിന് ഏകദേശം 200 രൂപയോളം വരും. അത് ഓരോ സമയത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മുന്നേയൊക്കെ 150 രൂപയ്ക്ക് നല്ല കിറ്റ് കിട്ടാനുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വില കൂടിയിട്ടുണ്ട്. ഇത്തരം ബൾബുകൾ നമുക്ക് ഷോപ്പിൽ ഒരു 450-500 രൂപയുടെ മുകളിലൊക്കെയാണ് ഇതിൻ്റെ വില ഉണ്ടാവുക. മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഇങ്ങനത്തെ ബൾബ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ബൾബുകൾ ഒരു 400 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും. അതിന് നമ്മുടെ ഓൺ റിസ്കിൽ നമുക്ക് വാറൻറ്റിയും കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ഈ LED ബൾബുകളുടെ അല്ലെങ്കിൽ ഇൻവെർട്ടർ ബൾബുകളുടെ കിറ്റ് വാങ്ങുന്ന സമയത്ത് അതിൽ ആ കിറ്റിൽ ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ല.
പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ബൾബുകൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിസ്കിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഇതിലങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല. മിക്കവാറും ഡ്രൈവർ ബോർഡിനാണ് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉള്ളത്. അത് നല്ല ക്വാളിറ്റിയുള്ള ബോർഡൊക്കെ ആണെങ്കിൽ ഒരു 100 ബൾബ് കൊടുത്ത് ചിലപ്പോൾ 1-2 ബൾബൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുള്ളൂ. അപ്പോൾ നമ്മുടെ റിസ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഗ്യാരണ്ടി കൊടുത്തിട്ട് ഇത്തരം ബൾബുകൾ ഒരു 450-500 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അത്യാവശ്യം പ്രകാശമുള്ള ബൾബുകൾ തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ലമായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിൽ 2-3 വർഷമായി ഇങ്ങനത്തെ ബൾബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ലൈനിൽ ഒന്ന് കത്തിച്ച് നോക്കാം. നോർമൽ കറണ്ടിൽ ഇത് കത്തുന്നുണ്ട്. ഇനി കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത് കത്തിയും കൊണ്ട് നിൽക്കും. അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ബ്രേക്കർ ഓഫ് ആക്കണം, അല്ലെങ്കിൽ കറണ്ട് പോകണം. അപ്പോൾ ഞാനൊരു കാര്യം തൽക്കാലം ചെയ്യാം, ഞാൻ ബ്രേക്കർ ഒന്ന് ഓഫാക്കാം. ബ്രേക്കർ ഓഫാക്കുന്ന സമയത്ത് ഈ ബൾബ് കത്തിയും കൊണ്ട് നിൽക്കുന്നുണ്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ ബ്രേക്കർ ഓഫാക്കിയ സമയത്തും ബൾബ് കത്തി വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് ഇൻവെർട്ടർ ബൾബ്. നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു 6 വയർ സോൾഡർ ചെയ്യാനേ ഉള്ളൂ. 2 വയർ ഈ ക്യാപ്പിലേക്കും ബാക്കി 4 വയർ LED പാനിലേക്കും, ഇങ്ങനെയുള്ള ഒരു 6 വയർ നമുക്ക് സോൾഡർ ചെയ്യാനുള്ളൂ. ഇതിന് അത്ര വലിയൊരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നമുക്കൊരു സൈഡ് ബിസിനസ്സൊക്കെ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ ഇത്തരം ഇൻവെർട്ടർ ബൾബുകളുടെ നിർമ്മാണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം ബൾബുകൾ നമുക്ക് 500 രൂപയ്ക്ക് 3 എണ്ണമൊക്കെ വാങ്ങാൻ കിട്ടും. അതിപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ വണ്ടിയിലൊക്കെ കൊണ്ട് വിൽക്കാൻ വെച്ചെന്ന് കാണാം. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലുള്ള ബോർഡ് ചിലതിൽ DOB ടൈപ്പ് ബോർഡ് ഉണ്ടാവുക, അതായത് ഡ്രൈവർ ബോർഡും LED പാനലും ഒരുമിച്ചിട്ടുള്ളതുണ്ടാവുക. അത്തരം ബോർഡൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബാറ്ററിയും ലോക്കൽ ബാറ്ററി ആവും. അപ്പോഴാണ് നമുക്ക് ആ വിലയ്ക്കൊക്കെ വിൽക്കാൻ പറ്റുള്ളൂ. നല്ല ഡ്രൈവർ ബോർഡും നല്ല ബാറ്ററിയൊക്കെ ആണെങ്കിൽ അതിന് വില കൂടും. അതുകൊണ്ടാണ് നോർമലി ബ്രാൻഡുകളൊക്കെ ഏകദേശം 500 രൂപയുടെ മുകളിലാണ് ഇത്തരം ബൾബിന് വരിക. അപ്പോൾ നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 200 രൂപയ്ക്ക് നമുക്ക് ഇത്തരം ബൾബുകൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.